മാതർമേ മധുഭൈ കൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാഗ്നി നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദിവ്യമാഹാത്മ്യം തുടരുകയാണ്. രക്തബീജൻ്റെ കഥ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അസുരന്മാരെ കുറേ അധികം പേരെ വസിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ് അവിടെ. ഏവമേതേ ക്ഷയം നീതാ രക്തബീജസമുദ്ഭവ തതസ്തേ ഹർഷമതുലം അവാപുസ്ത്രിദശ നൃപ തോഷം മാതൃഗണോ യാതോ നനർത്താസൃങ്മദോത്ഥതാഃ. ഏവം ഇപ്രകാരം ഏതേ രക്തബീജസമുദ്ഭവാഃ ക്ഷയം നീതാഃ. ഇപ്രകാരം ഏതേ ഈ രക്തബീജനിൽ നിന്ന് ഉണ്ടായതായ അസുരന്മാരൊക്കെ ക്ഷയിച്ചു എന്നാണ്. അവരൊക്കെ ഇല്ലാണ്ടായി. രക്തബീജ സമുദ്ഭവാഹ, രക്തബീജനിൽ നിന്നുണ്ടായതായിട്ടുള്ള അസുരന്മാരൊക്കെ ക്ഷയം നീതാഹ, ഇപ്രകാരം ഇല്ലാതായി, അതായത് അവരെയൊക്കെ ഭക്ഷിച്ചു എന്നുള്ളതാണ്. തതസ്തേ ഹർഷമതുലമവാപുസ് ത്രിദശാ നൃപ തതഃ തേ ത്രിദശാഹ. അല്ലയോ രാജാവേ, നൃപ രാജാവേ, അല്ലയോ രാജാവേ, തേ ത്രിദശാഹ, ആ ത്രിദശന്മാരെന്ന് വെച്ചാൽ ദേവന്മാരാണ്. ദേവന്മാർക്ക് വാർദ്ധക്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ 3 ദശ മാത്രമുള്ളവർ. ആദ്യത്തെ 3 ദശ മാത്രമേ ഉള്ളൂ, വാർദ്ധക്യമില്ല എന്ന് സാരം. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദേവന്മാർ സന്തോഷിച്ചു, വളരെ സന്തോഷിച്ചു. മറ്റത് പ്രപഞ്ചം മുഴുവനായി അസുരന്മാരെ കൊണ്ട് നിറഞ്ഞു എന്ന് വന്നപ്പോൾ വല്ലാത്ത വിഷമിച്ചു എന്ന് പറഞ്ഞുല്ലോ. ഇപ്പോൾ അങ്ങനെ കുറേ പേരെ അങ്ങോട്ട് ഇല്ലാണ്ടായില്ലേ. അപ്പോൾ സമാധാനമായി. കുറേ ഹർഷം അതുലം അവാപുഹു, അതുലമായിട്ടുള്ള തുല്യതയില്ലാത്തതായിട്ടുള്ള സന്തോഷത്തെ പ്രാപിച്ചു ദേവന്മാർ എന്നാണ്. തോഷം മാതൃഗണോ യാത, മാതൃഗണങ്ങളും അതായത് ഈ ശക്തികളിൽ നിന്ന്, ദേവന്മാരുടെ ശക്തികളിൽ നിന്നുണ്ടായതായിട്ടുള്ള മാതാക്കൾ എന്നാണല്ലോ ഇവർ പറയണത്. ഐന്ദ്രി തുടങ്ങിയതായിട്ടുള്ള വൈഷ്ണവി, മാഹേശ്വരി തുടങ്ങിയതായിട്ടുള്ള മാതാക്കൾ അവരൊക്കെ സന്തോഷിച്ചു. ആ സന്തോഷിച്ചു എന്ന് മാത്രമല്ല, മാതൃഗണോ യാത നനർത്ത അസൃങ്മദോദ്ധതാഹ, ആ അസൃക്കെന്ന് വെച്ചാൽ രക്തം, ആ രക്തം പാനം ചെയ്തിട്ടുള്ളതായിട്ടുള്ള മതം കൊണ്ട് ഉദ്ധതരായിട്ട് അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി മാതാക്കൾ എന്നാണ്. സന്തോഷത്തോടു കൂടി അവർ നൃത്തം ചെയ്തു എന്നാണ്. നനർത്ത നൃത്തം ചെയ്തു. അസൃങ്മദോദ്ധതാഹ, അസൃക്ക് രക്തത്തിൻ്റെ മതം കൊണ്ട് ഉദ്ധതന്മാരായിട്ട്, രക്തം പാനം ചെയ്തിട്ടുള്ളതായിട്ട് മതം കൊണ്ട് ഉദ്ധതകളായിട്ട് അവരൊക്കെ നൃത്തം ചെയ്തു തുടങ്ങി എന്ന് പറഞ്ഞ് ആ ഇത് അവസാനിപ്പിക്കുകയാണ്. അധ്യായം കഴിഞ്ഞു. ഇനി അടുത്ത അധ്യായത്തിലാണ് രാജാവ് സന്യാസിയോട് ചോദിക്കുന്നു, വിചിത്രമിതമാഖ്യാതം ഭഗവൻ ഭവതാ മമ ദേവ്യാശ്ചരിതമാഹാത്മ്യം രക്തബീജവധാശ്രിതം. രാജോവാച, രാജാവ് പറഞ്ഞു, വിചിത്രമിതമാഖ്യാതം ഭഗവൻ ഭവതാ മമ, ഭഗവൻ അല്ലയോ ഭഗവൻ, ഭവതാ അങ്ങയാൽ, മമ എനിക്ക് ആഖ്യാതമായ എന്നോട് പറയപ്പെട്ടതായിട്ടുള്ള ഈ ദേവിയാഹ ചരിതമാഹാത്മ്യം, ദേവിയുടെ ചരിത്രത്തിൻ്റെ മാഹാത്മ്യം അത് വിചിത്രം തന്നെയായിരിക്കുന്നു. ദേവിയുടെ ആ മാഹാത്മ്യം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ വിചിത്രത അങ്ങിപ്പോൾ പറഞ്ഞു തന്നൂല്ലോ. അത് വളരെ വിചിത്രമായിരിക്കുന്നു. അത് ആ മാഹാത്മ്യം വളരെ ആശ്ചര്യകരമായിരിക്കുന്നു. ഏത് കഥയാണത്? രക്തബീജ വധാശ്രിതം, രക്തബീജനെ വസിച്ചതിൽ ഉണ്ടായതായിട്ടുള്ള ആ കഥ, അതായത് കാളിയെ ഉൽപ്പാദിപ്പിച്ചതും കാളിയോട് വായ തുറന്ന് ഈ രക്തം മുഴുവൻ കുടിക്കാൻ പറഞ്ഞതും, അങ്ങനെ ആ രക്തം മുഴുവൻ കാളിയുടെ വായിലേക്ക് തന്നെ വീഴത്തക്ക വിധത്തിൽ വസിച്ചതും ഒക്കെ വളരെ ആശ്ചര്യകരമായിരിക്കുന്നു എന്ന് രാജാവ് പറഞ്ഞു. എന്നിട്ട് ഭൂയശ്ചേച്ഛാമ്യഹം ശ്രോതും രക്തബീജേ നിപാതിതേ ചകാരസുംഭോ യത്കർമ്മ നിസുംഭശ്ചാതികോപന
ഭൂയശ്ച ഇച്ഛാമി അഹം ശ്രോതും. അഹം ഭൂയഃ ശ്രോതും ഇച്ഛാമി. അഹം ഞാൻ ഭൂയഃ വീണ്ടും ശ്രോതും ഇച്ഛാമി കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കണു. ഇനിയും കേട്ടത് മതിയായില്ല, ഇനിയും കേൾക്കണം എന്നുണ്ട് എനിക്ക്. ഭൂയശ്ച വീണ്ടും കേൾക്കുവാൻ ഞാൻ ശ്രോതും ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും എനിക്ക് കേൾക്കണം എന്നുണ്ട്. എന്ത്? രക്തബീജേ നിപാതിതേ. രക്തബീജൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, രക്തബീജൻ വീഴ്ത്തപ്പെട്ടപ്പോൾ, രക്തബീജൻ വീണു കഴിഞ്ഞപ്പോൾ, മരിച്ചപ്പോൾ, ചകാര ശുംഭോ യത് കർമ്മ നിശുംഭശ്ച അതിഗോപന. ശുംഭ അതിഗോപന നിശുംഭ. ശുംഭനും അതിഗോപനായിട്ടുള്ള വളരെ കോപിയായിട്ടുള്ള ആ നിശുംഭനും എന്ത് കർമ്മമാണ് ചെയ്തത്, അവരെന്താ പിന്നെ എന്താ ചെയ്തത് എന്ന് കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. ശുംഭനും നിശുംഭനും ഒക്കെ ഈ രക്തബീജൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് രണ്ടുപേരും, രണ്ടസുരന്മാരും പിന്നെ എന്താണ് ചെയ്തത് എന്നും കൂടി കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ മഹർഷി മറുപടി പറയാണ്. ഋഷിരുവാച, ഋഷി പറഞ്ഞു, ചകാരകോപമതുലം രക്തബീജേ നിപാതിതേ ശുംഭാസുരോ നിശുംഭശ്ച ഹതേഷ്വന്യേഷു ചാഹവേ. രക്തബീജേ നിപാതിതേ. രക്തബീജൻ നിപതിച്ചപ്പോൾ, രക്തബീജൻ മരിച്ച് വീണപ്പോൾ, രക്തബീജേ നിപാതിതേ. രക്തബീജൻ നിപാതിതനായപ്പോൾ, വീഴ്ത്തപ്പെട്ടപ്പോൾ, ശുംഭാസുര നിശുംഭശ്ച. ശുംഭൻ എന്ന അസുരനും നിശുംഭനും അതുലം കോപം ചകാര. അത്യധികമായ കോപത്തെ വഹിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും വളരെയധികം കോപമുണ്ടായി എന്നാണ്. ഹതേഷു അന്യേഷു ചാഹവേ. ശുംഭനും രക്തബീജൻ മാത്രമല്ല, ഹതേഷു അന്യേഷു ച ആഹവേ. ആഹവേ യുദ്ധത്തിൽ അന്യേഷു ച വേറെയുള്ള അസുരന്മാരും കുറേ പേര് ഹതേഷു കൊല്ലപ്പെട്ടപ്പോൾ, രക്തബീജൻ കൊല്ലപ്പെട്ടു. അതേപോലെ ഹതേഷു ആഹവേ യുദ്ധത്തിൽ അന്യേഷു ച വേറെ അസുരന്മാരും വളരെയധികം കൊല്ലപ്പെട്ടു. അപ്പോൾ ഇവർക്ക് വളരെയധികം കോപമുണ്ടായി ഈ ശുംഭനും നിശുംഭനും എന്നാണ്. ഇനി ഹന്യമാനം മഹാസൈന്യം വിലോക്യാമർഷമുദ്ദുഹൻ അഭ്യധാവൻ നിശുംഭോധ മുഖ്യയാ അസുരസേനയാ. ഹന്യമാനം മഹാസൈന്യം. ഹന്യമാനം പ്രകാരം വധിക്കപ്പെടുന്നതായിട്ടുള്ള ആ സൈന്യത്തെ, മഹാസൈന്യത്തെ, തൻ്റെ വലിയ സൈന്യത്തെ വിലോക്യ കണ്ടിട്ട്, തൻ്റെ സൈന്യം ഒക്കെ കൊല്ലപ്പെടുന്നതായി, വധിക്കപ്പെടുന്നതായി കണ്ടിട്ട്, അമർഷം ഉദ്വഹൻ. അമർഷം ഉദ്വഹൻ വളരെ കോപത്തോടുകൂടി, അമർഷത്തോടുകൂടി കോപത്തോടുകൂടി, അഭ്യധാവത് നിശുംഭ. അഥ നിശുംഭ അഭ്യധാവത്. നിശുംഭൻ അഭ്യധാവത് നേരിട്ട് ചെന്നു എന്നാണ്. അഭ്യധാവത് നേരിട്ട് പാഞ്ഞു ചെന്നു. അഭ്യധാവത് നിശുംഭ അഥ മുഖ്യയ അസുരസേനയ. മുഖ്യമായിട്ടുള്ള അസുരസേനയോടുകൂടി നിശുംഭൻ പിന്നെ പാഞ്ഞെത്തി യുദ്ധത്തിനായിട്ട് എന്നാണ്. നേരത്തെ വന്നിരുന്നു, പക്ഷെ അതല്ല, രക്തബീജനെ പറഞ്ഞയച്ചു ആദ്യം. അപ്പം അത് കണ്ടപ്പോൾ അത് രക്തബീജനും കുറേ സൈന്യങ്ങളും നശിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമായിട്ടുള്ള അസുരസേനയോടുകൂടി നിശുംഭൻ വന്നു എന്നാണ്. മുഖ്യയാ അസുരസേനയ. മുഖ്യമായ അസുരസേനയോടുകൂടി നിശുംഭ അഭ്യധാവൻ. നിശുംഭൻ ഓടി എത്തി, പാഞ്ഞെത്തി, അഭ്യസാധാവത് എന്ന്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ.